നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ ഈ ഒരു ഓർഡർ മാർച്ച് 11 ഡെലിവേർഡ് ആയി. അതുപോലെ തന്നെ 12-ാം തീയതി അത് പിക്കപ്പ് ചെയ്തുകൊണ്ടാണ് എനിക്ക് 13-ാം തീയതി റീഫണ്ട് കിട്ടിയത്. അപ്പോൾ പ്രോഡക്റ്റ് ഡെലിവേർഡ് ആയി പിറ്റേ ദിവസം തന്നെയാണ് പിക്കപ്പ് ചെയ്തത്. അപ്പോൾ കൂടുതൽ ആളുകൾക്കും റിട്ടേൺ പ്രോസസ്സിനെ പറ്റി അറിയാത്തതുകൊണ്ടാണ് ഇതെല്ലാം വൈകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇതിനെപ്പറ്റിയാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് കിട്ടി, നമ്മൾ അന്ന് തന്നെ അത് ഓപ്പൺ ചെയ്ത് നോക്കി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പം തന്നെ നമ്മൾ റിട്ടേൺ പ്രോസസ്സ് ചെയ്യും. എന്നാൽ അന്ന് തന്നെ റിട്ടേൺ പിക്കപ്പിന് വേണ്ടി ആരും വരത്തില്ല. നമ്മൾ റിട്ടേൺ പ്രോസസ്സ് ചെയ്ത് 1 മുതൽ 3 ദിവസത്തിനുള്ളിലാണ് നോർമലി പിക്കപ്പ് ചെയ്യാനായിട്ട് കൊറിയറിൽ നിന്ന് ഒരാൾ വരുന്നത്. അപ്പോൾ ഇന്നാണ് നിങ്ങൾ റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം ഒരു രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നോക്കി കഴിയുമ്പോൾ നിങ്ങളുടെ പിക്കപ്പ് ഡേറ്റ് കാണാനായിട്ട് പറ്റും. അതായത് മൈ ഓർഡേഴ്സിൽ പോയിട്ട് ആ പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് റിട്ടേൺ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നമ്മൾ ട്രാക്ക് ചെയ്ത ആ സ്റ്റാറ്റസ് നോക്കുമ്പോൾ നമ്മുടെ പിക്കപ്പ് ഡേറ്റ് വന്നിട്ടുണ്ടാവും. എക്സ്പെക്റ്റഡ് പിക്കപ്പ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് കാണും. ചിലപ്പോൾ ഒരു 2-3 ദിവസം തള്ളിയായിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ കൊറിയർ പാർട്ട്ണർ നെയിം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അതിൽ സ്റ്റാറ്റസും ഉണ്ടാവും. പിക്കപ്പ് പെൻഡിങ്ങിലാണോ അല്ലെങ്കിൽ പിക്കപ്പിന് വേണ്ടി ആൾ പുറപ്പെട്ടിട്ടുണ്ടോ എന്ന് എല്ലാം കാണിക്കും. അപ്പോൾ നിങ്ങളൊരു ഫ്ലിപ്കാർട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ ഇ കാർട്ട് ലോജിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ ഇ കാർട്ടിൽ നിന്നായിരിക്കും ഡെലിവറിയും പിക്കപ്പും വരുന്നത്. അപ്പോൾ ഇതില്ലാത്ത ഏരിയയിലാണ് ഇങ്ങനത്തെ ഈ പിക്കപ്പ് പെൻഡിങ് ആകുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഇ കാർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രോഡക്റ്റ് പിറ്റേ ദിവസം തന്നെ പിക്കപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി അഥവാ ഇ കാർഡ് ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഏരിയയിൽ ഈ കൊറിയറിൻ്റെ പ്രശ്നം വരത്തുള്ളൂ. അങ്ങനെയാണ് കൂടുതലും ആളുകൾക്ക് പിക്കപ്പ് പെൻഡിങ് ആവുന്നത് അല്ലെങ്കിൽ ഡിലേ ആവുന്നത്. അപ്പോൾ ഇനി 3 ദിവസം അല്ലെങ്കിൽ ആ എക്സ്പെക്റ്റഡ് ഡേറ്റ് കഴിഞ്ഞിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റ് പിക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ പ്രോഡക്റ്റിന് ഏറ്റവും മുകളിൽ നീഡ് ഹെൽപ്പ് കാണാം. ആ നീഡ് ഹെൽപ്പ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കസ്റ്റമർ സപ്പോർട്ടിൽ ചാറ്റും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോളും ചെയ്യാം. അതിൻ്റെ ഓൾറെഡി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്കിപ്പം ഐ ബട്ടണിൽ കാണാം. അപ്പോൾ കസ്റ്റമർ സപ്പോർട്ടിൽ ചാറ്റിങ്ങോ അല്ലെങ്കിൽ കോളോ ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളുടെ പിക്കപ്പ് റീഷെഡ്യൂൾ ചെയ്യും. അതായത് വേറെ 3 ദിവസത്തേക്ക് റീഷെഡ്യൂൾ ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് പിക്കപ്പ് നടന്നില്ല എങ്കിൽ അവർ ആ ഇഷ്യൂ എസ്കലേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് പിക്ക് ചെയ്യാനായിട്ട് എസ്കലേഷൻ പോയിട്ടുണ്ടാകും. അത് അവരെങ്ങനെയും ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കസ്റ്റമർ സപ്പോർട്ടിൽ പറയേണ്ടത് എനിക്കിപ്പോൾ എൻ്റെ പ്രോഡക്റ്റ് പിക്ക് ചെയ്തില്ല എങ്കിൽ എനിക്ക് അങ്ങനെ റീഫണ്ട് കിട്ടും എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊറിയർ ഇഷ്യൂ ആണെങ്കിൽ അവർ കൊറിയർ പാർട്ട്നേഴ്സിനെ മാറ്റി വേറെ കൊറിയർ വഴി പിക്കപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ചില കേസുകളിൽ നമ്മൾ ഫോൺ എടുക്കാത്തത് കൊണ്ട് പിക്കപ്പ് നടക്കാതെ പിക്കപ്പ് ക്യാൻസലായി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ മിസ്റ്റേക്ക് ആണെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും ഓർക്കേണ്ടത് നോർമലി 1 to 3 ഡേയ്സിലാണ് നോർമലി പിക്കപ്പ് ചെയ്യാനായിട്ട് ആൾ വരുന്നത്. മാക്സിമം 5 to 7 ഡേയ്സ് ആണ്. ഇപ്പോൾ ഈ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ റിട്ടേൺ പീരിയഡ് എത്ര ദിവസം വരെ നോക്കുക. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ കസ്റ്റമർ സപ്പോർട്ടിൽ വിളിച്ചിട്ട് ഇത് എസ്കലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് കൊണ്ടുപോകാതെ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ ഇരിക്കും, നമുക്ക് റീഫണ്ട് കിട്ടത്തില്ല. അപ്പോൾ അത് അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിക്കപ്പ് നടന്നില്ലെങ്കിൽ നമ്മുടെ റീഫണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഒരിക്കലും നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ റിട്ടേൺ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.